സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മെത്തേഡ്സ് ഉണ്ട്. അത് പ്രീ കൺസ്ട്രക്ഷനും പോസ്റ്റ് കൺസ്ട്രക്ഷനും. അപ്പോൾ അതിൽ പ്രീ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ഒന്നെങ്കിൽ അത് ഫൗണ്ടേഷൻ സ്റ്റേജ് തൊട്ട് ചെയ്യുന്നതുകൊണ്ട് ഫ്ലോറിങ്ങിന് മുന്നേ ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ ഫ്ലോറിങ്ങിന് മുന്നേ നിർബന്ധമായിട്ടും ഞാൻ ചെയ്യിക്കാറുണ്ട്. ഓക്കെ ഫൗണ്ടേഷന് മുന്നേ ചെയ്യിക്കുന്നത് വളരെ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ മാത്രമേ ഞാൻ പേഴ്സണലി അതിൽ എൻഷുർ ചെയ്യാറുള്ളൂ. പക്ഷെ അതല്ലാണ്ട് ഈ ഫ്ലോറിങ്ങിന് മുന്നേ ചെയ്യുന്നത് എല്ലാവരും ഞാൻ നിർബന്ധിച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആണല്ലേ? സാധാരണ ഇപ്പൊ അവനിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ഏത് പൊസിഷനിലാണ് ഇത് സാധനം ചെയ്യേണ്ടത്? ഫ്ലോറിങ്ങിന് മുന്നേ. ഒറ്റവട്ടം ചെയ്താൽ മതിയോ? എന്തോ ഒറ്റവട്ടം ചെയ്താൽ മതി. ഒറ്റവട്ടം ചെയ്താൽ പിന്നെ വാർത്തിട്ട് ചെയ്യണമെന്ന് വേണ്ടല്ലോ? അങ്ങനെയൊന്നുമില്ല. അതായത് ഇതില് ഇപ്പൊ അത് ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. അടുത്ത തവണ വരുമ്പോൾ ഞാൻ കാണിക്കാം. അതായത് ഭിത്തിയുടെ അടിയിൽ അടുപ്പിച്ച് ഒരു 50 സെന്റിമീറ്ററോളം താഴേക്ക് ഒരു ഇങ്ങനെ ഡ്രില്ല് ചെയ്ത് താഴേക്ക് ഇറക്കിയില്ല. അതിനുശേഷം കെമിക്കൽ ഒഴിക്കുകയാണ് ചെയ്യുന്ന പതിവ്. അങ്ങനെയാണ് അത് ചെയ്യാറ്. എന്ത് റിയാക്ഷൻ ഇപ്പൊ നടക്കുന്നത്? ആ കെമിക്കല് നമ്മുടെ ഇതിന്റെ അടിയിൽ പോയി സ്പ്രെഡ് ആവും. അപ്പൊ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ചെതലുകൾ ഉറുമ്പുകളെ പോലെ തന്നെ കോളനി ആയിട്ട് വരുന്ന ഒരു ഇതാണ്. ആ കോളനിക്കകത്ത് ലക്ഷക്കണക്കിന് ചെതൽ ഉണ്ടാവും, ജീവിച്ചിരിപ്പുണ്ടാവും. അപ്പൊ ഈ കോളനി അവിടെ അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്ന വഴി ഉണ്ടാവുന്ന ഒരു സംഭവം.